പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇങ്ങനെ വചനം നമ്മോട് പറയുന്നു: ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ അവരെല്ലാവരും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും അവന്റെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള പാപങ്ങളും തെറ്റുകളും ദുശീല പ്രവൃത്തികളും ചെയ്താലും അതുമൂലം അവൻ നശിക്കാൻ പാടില്ല. എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നു, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ചെയ്തതായ തെറ്റുമൂലം, പാപം മൂലം, ദുശീലം മൂലം അവന്റെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടാലും, പാപം മൂലം പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു പാപിയെയും ദൈവം തള്ളിക്കളയില്ല. ആ പാപിയുടെ അടുക്കലേക്ക് വിജയവുമായിട്ട് കടന്നു വരുന്നവനാണ് കർത്താവ്. ഒരു പാപിയെയും തള്ളിക്കളയാതെ അവന്റെ പാപത്തെ കഴുകി അവന് വിജയം നൽകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ് കർത്താവ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനം നമ്മൾ വായിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അവിടെ കാണുന്ന സംഭവം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു പാപിനിയായ സ്ത്രീയെ അവൾ ചെയ്തതായ പാപത്തിൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് വേണ്ടിയിട്ട് നിയമജ്ഞരും ഫരിസേയരും ആ സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ഇതാ, ആ സ്ത്രീ അന്ന് വരെ ചെയ്തതായ അവളിലെ പാപം മൂലം അവൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. എന്താ നഷ്ടപ്പെട്ട പ്രതീക്ഷ? ഇനി എനിക്ക് ഒരു ജീവിതമില്ല, ഞാൻ ചെയ്ത പാപത്തിൽ എന്നെ ഇവരെല്ലാവരും കൂടി കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപിനിയായ സ്ത്രീ അന്ന് വരെ അവൾ ചെയ്ത പാപം മൂലം ജീവിക്കാനുള്ള അവളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ആ സ്ത്രീ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. യേശു ഈ സ്ത്രീ ഇനി രക്ഷപ്പെടാനായിട്ട് പാടില്ല എന്ന് ആക്രോശിക്കുന്ന നിയമജ്ഞരുടെ ഫരിസേയരുടെ മുമ്പിൽ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ആവർത്തിച്ചു പറയുന്ന അവരോട് യേശു പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 7-ാം വചനത്തിൽ യേശു പറയുന്ന ഈ ശക്തമായ ഒരു താക്കീത്: നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അവരോരോരുത്തരായിട്ട് കല്ലും ഉപേക്ഷിച്ചിട്ട് കടന്നുപോയി എന്ന് വചനം അവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അന്ന് വരെ ആ സ്ത്രീ ചെയ്തതായ പാപത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്ന അവളുടെ മുമ്പിലേക്ക് യേശു കൊടുത്ത വിജയത്തിന്റെ വലിയൊരു അടയാളമായിരുന്നു: നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. എല്ലാവരും പോയി. അവസാനം യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം. അവൾ അന്ന് വരെ ചെയ്തതായ പാപത്തിൽ, ആ പാപം മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട അവളിൽ ഇതാ യേശു ഒരു വിജയം നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം തിരുവചനം: ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. ആ സ്ത്രീ അന്ന് വരെ ചെയ്തതായ സകല പാപത്തെയും യേശുക്രിസ്തു എന്നേക്കുമായിട്ട് കഴുകിക്കളഞ്ഞു എന്ന് മാത്രമല്ല, ഇനിമേൽ നീ പാപം ചെയ്യരുത് എന്ന് യേശു അവളോട് പറഞ്ഞപ്പോൾ അവൾക്കിതാ
വലിയൊരു പ്രതീക്ഷയും വലിയൊരു ഉറപ്പും കർത്താവ് കൊടുക്കുകയാണ്. എന്താണെന്നറിയാവോ? ഇനി ഒരിക്കലും പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ശക്തി, ഈ ശക്തി കൂടി യേശുവിന്റെ ആ വാക്കുകളിൽ യേശു അവൾക്ക് നിറച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ അവസ്ഥ മൂലം കഴിഞ്ഞ നാളുകളിൽ അവൾ ചെയ്തതായ പാപത്തിന്റെ പ്രവൃത്തി മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ സ്ത്രീക്ക് യേശു ഒരു നിമിഷം കൊണ്ട് വിജയം കൊടുത്തു. ആ വിജയമാണ് അന്ന് വരെ അവൾ ചെയ്ത പാപത്തെ മുഴുവൻ കഴുകിക്കളയുകയും ഇനി പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ശക്തിയും. അതാണ് അവളുടെ ജീവിതത്തിലെ വിജയം. നമ്മൾ മനസ്സിലാക്കണം, പിന്നീട് ഒരിക്കലും ആ സ്ത്രീ പാപം ചെയ്തില്ല. കർത്താവിന്റെ വചനം ഇന്ന് ഈ ടെലിവിഷനിലൂടെ എവിടെയെല്ലാം കേൾക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയൂ, നിന്റെ ഇന്നലകളിലെ നീ ചെയ്ത പാപം എത്രമാത്രം വലുതാണെങ്കിലും ഏതെല്ലാമാണെങ്കിലും അതിന് മുഴുവൻ ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ അടിയറ വെച്ചിട്ട് ഇതാ നിനക്ക് കർത്താവ് ഒരു പ്രതീക്ഷ തരുന്നു. ഇന്ന് വരെ നീ ചെയ്തതായ സകല പാപത്തെയും എന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് എന്റെ മുഖത്ത് നോക്കി എന്റെ വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ച് നീ ഇനി പാപം ചെയ്യുകയില്ലെന്ന് തീരുമാനമെടുത്താൽ ആ സ്ത്രീക്ക് കർത്താവ് നൽകിയ അതേ വിജയം നിന്റെ ജീവിതത്തിലും അവിടുന്ന് നിനക്ക് തരും എന്നുള്ളത് ഉറപ്പാണ്. എന്തെന്നാൽ പാപം മൂലം, ദുശീലം മൂലം, തിന്മപ്രവൃത്തി മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുന്ന ഓരോ വ്യക്തിയുടെയും അടുക്കലേക്ക് വിജയവുമായിട്ട് കടന്നു വരുന്നവനാണ് കർത്താവ്. അതിനാൽ പാപത്തെ മുഴുവൻ കുരിശിലേറ്റെടുത്ത് ഉദ്ധിതനായ കർത്താവ് ഓരോ പാപിക്കും വിജയം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യനായി അവതരിച്ചത് എന്ന സത്യം അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ഈ സത്യത്തിനാണ് നാം ഓരോരുത്തരും സാക്ഷ്യം വഹിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, കുറച്ചു നാളുകൾക്ക് മുമ്പ് ദിവാൻ ധ്യാന കേന്ദ്രത്തിലെ മലയാള സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു സഹോദരൻ സാക്ഷ്യം പറയുകയാണ്. ആ സഹോദരന്റെ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു: 10 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ഈ ദിവാൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നത്. 10 വർഷം മുമ്പ് ഞാനിവിടെ ധ്യാനിക്കാൻ വരുമ്പോൾ കഴിഞ്ഞ 20 വർഷങ്ങളായി ഞാൻ മദ്യത്തിനടിമയായിരുന്നു. എന്റെ മദ്യപാനവും മദ്യപിച്ച് ഞാൻ ചെയ്യുന്നതായ തിന്മപ്രവൃത്തിയും കണ്ട എന്റെ വീട്ടുകാരും നാട്ടുകാരും അയൽക്കാരെല്ലാം എന്നെക്കുറിച്ച് വിധി എഴുതി. ഒരു കാലത്തും ഈ സഹോദരൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ സാക്ഷ്യം തുടരുകയാണ്. അദ്ദേഹത്തിന്റെ പേര് മത്തായി എന്ന. ആ മത്തായി ചേട്ടൻ സാക്ഷ്യം തുടരുന്നു. 10 വർഷം മുമ്പ് കഴിഞ്ഞ 20 വർഷങ്ങളായി മദ്യത്തിന് അടിമപ്പെട്ടിരുന്ന എന്നെ, ഒരു കാലത്തും രക്ഷപ്പെടിയല്ല എന്ന് വിധി എഴുതിയ എന്നെ ഈ ധ്യാന മന്ദിരത്തിൽ വന്ന് ധ്യാനം കൂടി ദൈവാനുഭവം കിട്ടിയ 3 സഹോദരങ്ങള് ഏതാണ്ട് പിടിച്ചുകെട്ടിക്കൊണ്ടിരുന്നത് പോലെ എന്നെ 10 വർഷം മുമ്പ് കൊണ്ടുവന്നതാണ്. ഞാന് ദൈവത്തിന്റെ മുമ്പിലിരുന്ന് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ തട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു: മകനെ, നിന്റെ മദ്യപാനം എത്ര വർഷമായിട്ടുള്ളതാണെങ്കിലും നീ അതിനെ എന്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ ഞാൻ നിനക്ക് എന്നേക്കുമായിട്ട് രക്ഷ തരും. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ ഇങ്ങനെ പറയുന്നു: അന്ന് 20 വർഷമായി എന്നെ അടിമപ്പെടുത്തിയിരുന്ന മദ്യപാന സ്വഭാവത്തെയും ഒരു കാലത്തും രക്ഷപ്പെടിയല്ല എന്ന് എന്നെക്കുറിച്ച് അറിയാവുന്ന സകല വ്യക്തികളും വിധി എഴുതിയ അതിനെയും ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് കർത്താവിന്റെ മുമ്പിൽ ഒരു തീരുമാനമെടുത്തു: ഇനി എന്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കില്ല. ആ ധ്യാനത്തിൽ വെച്ച് ഞാൻ എടുത്ത ആ തീരുമാനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ അഭിഷേകം ചെയ്തു. ആ സഹോദരൻ സാക്ഷ്യം തുടരുന്നു: പിന്നീട് ഒരിക്കലും ഞാൻ മദ്യപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി എന്റെ മദ്യപിക്കാത്ത ജീവിത സാക്ഷ്യം മൂലം ഞാൻ ഓരോ ആഴ്ചകളിലും അനേകം മദ്യപാനികളെ ഈ ധ്യാനമന്ദിരത്തിൽ കൊണ്ടിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളായി
ഏതാണ്ട് 1200-ലധികം മദ്യപാനികളെ ഈ ധ്യാനമന്ദിരത്തിൽ കൊണ്ടുവന്ന് ധ്യാനിപ്പിച്ച് ഇപ്പോൾ അവരെല്ലാം മദ്യപിക്കാത്ത ജീവിതത്തിലൂടെ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനാൽ സ്നേഹമുള്ളവരെ, ഓരോ വ്യക്തിയും മനസ്സിലാക്കണം, നിന്റെ ഇന്നലകളിലെ ജീവിതത്തിൽ നീ ചെയ്തതായ പാപം മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ടെങ്കിൽ, ഇതാ പാപം മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിക്കും വിജയം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് കടന്നു വന്നിരിക്കുന്നത്. ആ വിജയം നൽകുന്ന കർത്താവിന്റെ ശക്തി തിരിച്ചറിയണം. ഓരോ പാപിക്കും അവന്റെ പാപത്തെ കഴുകി അവന് വിശുദ്ധമായ ജീവിതം നൽകി ആ ജീവിതം മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിക്കണം. അതാണ് കർത്താവ് നൽകുന്ന വിജയത്തിന്റെ അടയാളം എന്ന് തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം നമ്മൾ കാണുന്നു. സിക്കാർ പട്ടണത്തിലെ യാക്കോബിന്റെ കിണറ്റിൻകരയിൽ ഈശോ കാത്തിരിക്കുകയാണ് ഒരു സ്ത്രീക്ക് വേണ്ടി. എന്താണ് ആ സ്ത്രീയുടെ പ്രത്യേകത? സമരിയ ദേശത്ത് താമസിച്ചിരുന്ന ആ സ്ത്രീ അന്ന് വരെ അവൾ ചെയ്തതായ ആ പാപത്തിന്റെ പ്രവൃത്തി കണ്ട് നാട്ടുകാരും വീട്ടുകാരും അയൽക്കാരും എല്ലാം ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞു, ഇവൾ ഒരു കാലത്തും നന്നായില്ല. ഇതാ ഒരു കാലത്തും നന്നായില്ല എന്ന് മനുഷ്യ വ്യക്തികൾ വിധി എഴുതിയ ആ സ്ത്രീയെ കാത്താണ് സിക്കാർ പട്ടണത്തിലെ യാക്കോബിന്റെ കിണറ്റിൻകരയിൽ ഈശോ കാത്തിരുന്നത്. നമുക്ക് സംഭവം അറിയാം. എന്ത് ചെയ്തു ആ സ്ത്രീ? അന്ന് വരെ ചെയ്തതായ പാപത്തിന്റെ മാലിന്യങ്ങൾ അടങ്ങിയ മൺകുടത്തെ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28-ാം തിരുവചനം, യേശുക്രിസ്തുവിനെ അവൾ അറിയാത്തത് കൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ അവൾ പാപം ചെയ്തത്. ഇതാ ആ കിണറ്റിൻകരയിൽ നിന്ന് അവൾ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ തിരിച്ചറിയുന്നോടം വരെ ഇന്നലകളിൽ അവളുടെ ജീവിതത്തിൽ അവൾ ചെയ്തതായ സകല പാപത്തിന്റെയും മാലിന്യങ്ങൾ അടങ്ങിയ ജീവിതം മൺകുടത്തെ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ അവൾ എന്നേക്കുമായിട്ട് അടിയറ വെച്ചു. വചനം പറയുന്നു, ആ സ്ത്രീ ആകട്ടെ ആ കുടം അവിടെ വെച്ചു. ഏതാ സ്ത്രീ? സമരിയാക്കാരി സ്ത്രീ. ഏതാ കുടം? അന്ന് വരെ അവളുടെ ജീവിതത്തിൽ അവൾ ചെയ്തതായ പാപത്തിന്റെ മാലിന്യങ്ങൾ മുഴുവൻ അടങ്ങിയ ആ മൺകുടത്തെ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ എന്നേക്കുമായിട്ട് അടിയറ വെച്ചു. പിന്നീട് ഒരിക്കലും അവൾ പാപം ചെയ്തില്ല. നിങ്ങൾ അറിയണം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള തിരുവചനത്തിൽ പാപം ചെയ്യാത്ത ആ സ്ത്രീയുടെ ജീവിത സാക്ഷ്യം കണ്ട് അതിനു മുമ്പ് ഒരു കാലത്തും നന്നായില്ല എന്ന് നാട്ടുകാര് വിധി എഴുതിയെങ്കിൽ, ജനം വിധി എഴുതിയെങ്കിൽ, ആ ജനം ഈ സ്ത്രീയിലൂടെ യേശുക്രിസ്തുവിനെ അറിയാനും ആ പ്രദേശം മുഴുവൻ യേശുവിൽ വിശ്വസിക്കാനും യേശുവിന് സാക്ഷ്യം വഹിക്കാനും കാരണമായി തീർന്നു. പാപം മൂലം, ദുശീലം മൂലം, തിന്മപ്രവൃത്തി മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിയുന്ന ഓരോ വ്യക്തിയുടെ അടുക്കിലേക്ക് അവൻ ചെയ്ത പാപത്തെ മുഴുവൻ ഏറ്റെടുത്ത് അവന്റെ ജീവിതം, അവളുടെ ജീവിതം പാപം ചെയ്യാത്ത ജീവിതമാക്കി മാറ്റുവാൻ, അതിലൂടെ വിജയം നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ കർത്താവിനെ നീ സ്വന്തമാക്കണം. ആ കർത്താവിൽ നീ വിശ്വസിക്കണം. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ പാപത്തിന്റെ എല്ലാ അവസ്ഥകളെയും പരിപൂർണമായി സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത്, പാപം മൂലം പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയുടെ അടുക്കിലേക്ക് പാപത്തെ ഏറ്റെടുത്ത് വിജയം നൽകാൻ കടന്നു വരുന്നവനാണ് കർത്താവ്. അടുത്തത് നിങ്ങൾ മനസ്സിലാക്കൂ. കണക്കുകൂട്ടലുകൾ തെറ്റി പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെ അടുക്കിലേക്ക് വിജയം നൽകാൻ കർത്താവ് കടന്നു വരുന്നു. കണക്കുകൂട്ടലുകൾ തെറ്റിയത് മൂലം പ്രതീക്ഷ നഷ്ടപ്പെടുന്ന വ്യക്തി, അവർക്ക് വിജയം നൽകാനാണ് കർത്താവ് കടന്നു വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് യേശുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് കണക്കുകൂട്ടലുകൾ തെറ്റിയ ഒരു കുടുംബത്തിൽ, ആ കുടുംബത്തിന്റെ കണക്കുകൂട്ടൽ തെറ്റിയ അവസ്ഥയിലേക്ക് ഈശോ കടന്നു വന്നു. ഈശോ പ്രവർത്തിച്ചു. എന്തിനു വേണ്ടിയിട്ട്? മേൽത്തരം വീഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം
10-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നീ ഇതുവരെയും മേൽത്തരം വീഞ്ഞ് മറച്ചു വെച്ചല്ലോ, നല്ല വീഞ്ഞ് നീ അവസാനമാണല്ലോ തന്നത്. അപ്പോൾ എന്തിനാണ് ജീവിതത്തിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിക്കുന്നത്? കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ കർത്താവ് അനുവദിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നിനക്ക് മേൽത്തരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്, നല്ലത് തരുന്നതിന് വേണ്ടിയിട്ടാണ്, കൂടുതൽ ഉയർച്ചയുള്ളത് തരുന്നതിന് വേണ്ടിയാണ്. എവിടെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നു, കണക്കുകൂട്ടലുകൾ തെറ്റുന്നത് മൂലം പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയുടെ അടുക്കിലേക്കാണ് കർത്താവ് വിജയവുമായിട്ട് കടന്നു വരുന്നത്. വീണ്ടും നമ്മൾ കാണും ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വചനം. അവിടെ പത്രോസും കൂട്ടരും യേശുവിന്റെ ശിഷ്യഗണത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവര് നല്ല മീൻപിടുത്തക്കാരായിരുന്നു. അവര് ഒരു രാത്രി മുഴുവനും ആ കടലിൽ മീൻ പിടിക്കാൻ വലയെറിഞ്ഞു. ഒരു രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ വലയെറിഞ്ഞിട്ടും അവർക്ക് ഒന്നും കിട്ടിയില്ല. തലേ ദിവസത്തെ രാത്രിയിലെ അധ്വാനത്തിൽ അവരുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റി. ഇതാ കണക്കുകൂട്ടലുകൾ തെറ്റി ജോലി ചെയ്തിട്ട് ഫലം കിട്ടാത്ത അവസ്ഥയിൽ കടൽക്കരയിൽ നിൽക്കുന്ന പത്രോസിന്റെയും അന്ത്രയോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും ജീവിതത്തിലേക്ക് യേശുക്രിസ്തു കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയ ആ അവസ്ഥയിലാണ് യേശു വിജയവുമായിട്ട് കടന്നു ചെല്ലുന്നത്. എന്തിനുള്ള വിജയം? യേശുവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിജയം. യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ജീവിത വിജയം നൽകുന്നതിന് വേണ്ടി യേശു അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയ അവസ്ഥയിലേക്ക് കടന്നു ചെന്നു. നമ്മുടെ ജീവിതത്തിൽ പലവിധ കാരണങ്ങളാൽ കണക്കുകൂട്ടലുകൾ തെറ്റുമ്പോൾ നീ ആ കണക്കുകൂട്ടലുകൾ തെറ്റിയ അവസ്ഥയിലേക്ക് നോക്കി മനസ്സുമടുക്കുകയോ നിരാശപ്പെടുകയോ പരാതി പറയുകയോ ചെയ്യരുത്. എന്തിനാണ് ജീവിതത്തിലെ ചില കണക്കുകൂട്ടലുകൾ തെറ്റുന്ന അവസ്ഥ കർത്താവ് അനുവദിക്കുന്നത്? അത് അനുവദിക്കുന്നത് നിനക്ക് അതിലൂടെ വ്യത്യസ്തമായ നിന്റെ ചിന്തയ്ക്കും നിന്റെ പ്രതീക്ഷയ്ക്കും ഒരിക്കലും മനസ്സിലാകാത്ത വിധത്തിലുള്ള ഉന്നതമായ കാര്യങ്ങൾ തരുന്നതിന് വേണ്ടിയിട്ടാണ്, വിജയപ്രദമായ കാര്യങ്ങൾ തരുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയും, കണക്കുകൂട്ടലുകൾ തെറ്റി പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയുടെ അടുക്കലേക്ക് യേശുക്രിസ്തു വിജയവുമായിട്ട് കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തത്, വേർപാടിന്റെ ദുഃഖം മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയുടെ അടുക്കലേക്ക് ഈശോ വിജയവുമായിട്ട് കടന്നു വരുന്നു. വേർപാടിന്റെ ദുഃഖം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ മരണം മൂലം ജീവിതത്തിൽ ദുഃഖവും നൊമ്പരവുമായി കഴിയുന്ന ഓരോ വ്യക്തിയുടെ അടുക്കിലേക്ക് യേശു വിജയവുമായിട്ട് കടന്നു വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വചനത്തിൽ നമ്മൾ കാണുന്ന സംഭവമാണ്. യേശു സ്നേഹിച്ചിരുന്ന ലാസർ മരിച്ചു. മരിച്ച കാര്യം അറിയിച്ചു. യേശു രോഗിയായിരുന്നപ്പോഴും ചെന്നില്ല, മരിച്ചപ്പോഴും ചെന്നില്ല. ലാസറിനെ അടക്കി 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ ഭവനത്തിലേക്ക് യേശു കയറി ചെല്ലുന്നത്. ഇതാ സഹോദരന്റെ വേർപാട് മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട് വേദനിച്ചു കഴിയുന്ന മർത്തയുടെയും മറിയത്തിന്റെയും ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നു. വേർപാടിന്റെ ദുഃഖം മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട ആ കുടുംബത്തിൽ യേശു വിജയം നൽകി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 44-ാം തിരുവചനം. ലാസറെ പുറത്തു വരിക. മരിച്ചടക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞവൻ ജീവനുള്ളവനായി പുറത്തു വന്നു. മരണത്തിന്റെ വേർപാടിന്റെ ദുഃഖം മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിൽ ഇതാ ലാസറിന്റെ
ഉയർപ്പോടുകൂടി യേശു വിജയം നൽകുന്നു. ഇതുപോലെ കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ നിലകളിൽ നിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ മരണം മൂലം, അപ്രതീക്ഷിതമായ മരണം മൂലം പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നീ കഴിയുന്നതെങ്കിൽ, ദുഃഖത്തിന്റെയും നൊമ്പരത്തിന്റെയും പരാതിയുടെയും പരിഭവത്തിന്റെയും അവസ്ഥയിലാണ് നീ കഴിയുന്നതെങ്കിൽ, നീ തിരിച്ചറിയണം, കർത്താവ് ഇതനുവദിച്ചത്, കർത്താവ് ഈ വേർപാടിന്റെ വേദന നിനക്കനുവദിച്ചത് ആ വേദനയിൽ നീ കഴിയാൻ വേണ്ടിയല്ല, മറിച്ച് ആ വേദനയിൽ ഒരു വിജയം തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലോ കുടുംബത്തിലോ പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം നീ ദുഃഖിച്ചു കഴിയുന്നെങ്കിൽ ഓർക്കുക, ആ വേർപാട് നിനക്കൊരു ദുഃഖത്തിനല്ല, ആ വേർപാട് നിനക്കൊരു വേദനയ്ക്കല്ല, ആ വേർപാട് നിനക്കൊരു പരാതിക്കല്ല, മറിച്ച് അതിൽ ഒരു ഉന്നതമായ വിജയം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എങ്ങനെയാണ് ഉന്നതമായ വിജയം ലഭിക്കുക? നീ ആ വേർപാടിന്റെ ദുഃഖത്തിലേക്ക് നോക്കി മനസ്സ് മടുക്കാതെ അവിടെ നീ കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിന്ന് കർത്താവിന്റെ കരം പിടിച്ച് അതിനെ വിജയമാക്കി മാറ്റുന്ന ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ലാസറിന്റെ മരണം കർത്താവ് അനുവദിച്ചത് എന്ന് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം വചനത്തിൽ പറയുന്നു. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത അതുവഴി പിതാവ് മഹത്വപ്പെടുന്നതിനും പുത്രന് മഹത്വമുണ്ടാകുന്നതിനും വേണ്ടി. ഓർക്കണം, ഓരോ വേർപാടും കർത്താവ് അനുവദിക്കുന്നത് ആ വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയാൻ വേണ്ടിയല്ല, മറിച്ച് ആ വേർപാടിലൂടെ കുടുംബത്തിൽ ദൈവം സമീപ നാളുകളിൽ നൽകാൻ പോകുന്ന ഉന്നതമായ ഉയർച്ചയ്ക്കും വിജയത്തിനു വേണ്ടിയാണ്. ഓരോ വേർപാടിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ചയുണ്ട്. എന്താണ്? നിന്റെ പ്രിയപ്പെട്ട വ്യക്തി ആരാണോ മരിച്ചത്, ആ മരിച്ച വ്യക്തി നിന്റെ കൂടെ ആയിരുന്നപ്പോൾ നിനക്ക് ലഭിച്ചതായ ഏതെല്ലാം നന്മ പ്രവൃത്തിയും ഏതെല്ലാം വിജയത്തിന്റെ കാര്യമുണ്ടായിരുന്നോ അതിനേക്കാളെല്ലാം ഇരട്ടി ആ വ്യക്തി മരണത്തിലൂടെ സ്വർഗത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ മുഖം കൊണ്ട് ആ വ്യക്തി ഭൂമിയിലായിരുന്ന നാളുകളിൽ നിന്റെ കുടുംബത്തിനും നിന്റെ വ്യക്തി ജീവിതത്തിനും ലഭിച്ചിരുന്ന അനുഗ്രഹത്തെക്കാൾ നന്മയേക്കാൾ വലിയ കാര്യം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ആ വ്യക്തി വഴി നിന്റെ കുടുംബത്തിനും ജീവിതത്തിനും തരും എന്ന ഉറപ്പാണ്. അതിനാൽ വേർപാടിന്റെ ദുഃഖത്തിൽ വേദനിച്ചു കഴിയുന്ന ഓരോ വ്യക്തിയുടെ അടുക്കിലേക്ക് വിജയവുമായിട്ട് കടന്നു വരുന്നവനാണ് കർത്താവ് എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ എന്റെ പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ വേർപാടിൽ എനിക്ക് മനസ്സ് ദുഃഖിക്കാതെ അത് കർത്താവിന്റെ മനസ്സിനോട് ചേർത്ത് വെച്ച് ആനന്ദിക്കാനും സന്തോഷിക്കാനും സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നീ ഉള്ളിൽ ഈ നിമിഷം ചിന്തിക്കൂ. ഇന്നലകളിലെ നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെടാൻ കാരണമായി തീർന്ന കാരണങ്ങളുണ്ടോ? അത് രോഗങ്ങളാകാം, പ്രിയപ്പെട്ടവരുടെ വേർപാടുകളാകാം, കടബാധ്യതകളാകാം, അതുപോലെ തന്നെ കണക്കുകൂട്ടൽ തെറ്റിയതിന്റെ നൊമ്പരങ്ങളാകാം. ഇങ്ങനെ ഏതെല്ലാം നൊമ്പരം പേറുന്ന വ്യക്തിയാണോ നീ ഒരിക്കലും ആ നൊമ്പരത്തിന്റെ കാരണങ്ങളിലേക്ക് നോക്കി മനസ്സ് മടുക്കരുത്, ഇനി നിരാശപ്പെടരുത്. അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടാൻ കാരണമായി തീർന്ന എല്ലാ നൊമ്പരങ്ങളെയും വേദനകളെയും കടബാധ്യതകളെയും തകർച്ചകളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് ദൈവം തരുന്ന ഉറപ്പ് നീ സ്വീകരിക്കൂ. അവിടുന്ന് അതിനെല്ലാം വിജയമാക്കി മാറ്റും. നിന്റെ നഷ്ടപ്പെട്ട പ്രതീക്ഷകളെല്ലാം വിജയമാക്കി മാറ്റുന്ന കർത്താവിന്റെ വിജയത്തിന്റെ കരം
അവിടുന്ന് നിന്റെ മേൽ ഉയർത്തുന്നു. കർത്താവേ, നിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെല്ലാം വ്യക്തികളുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിലാണോ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയും മനോഭാവവും ചിന്തയും രോഗവും വേദനയും ഉള്ളത്, അവിടെ എല്ലാം നഷ്ടപ്പെട്ട പ്രതീക്ഷകളെ നീ വിജയമാക്കി മാറ്റണമേ. ഈശോ കുരിശിൽ ഏറ്റെടുത്ത നിന്റെ നഷ്ടപ്പെട്ട എല്ലാ മേഖലകളും ഇതാ ഉദ്ധിതനായ കർത്താവ് വിജയമാക്കി മാറ്റുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. ജീവിത വിജയം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.